ഹലോ, ഗുഡ് ഈവനിങ്. AZB അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ SSC MTS 2025 എക്സാം ആപ്ലിക്കേഷൻ ഫോം ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SSC MTS 2025 എക്സാമിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ടോപ്പിക്സ് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒക്കെ ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSC MTS 2025 എക്സാമിന് വേണ്ടിയുള്ള GK ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടില്ലാത്തവർ ഇനി താമസിപ്പിക്കരുത്. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ല ചെയ്യാൻ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊള്ളുക. എന്നാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്? ജൂലൈ 12 ജൂലൈ 24. എത്ര? 12 ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങളുടെ എക്സാം വിൻഡോ, ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവാനായിട്ട്. അപ്പോൾ അങ്ങ് വരെ നിൽക്കണ്ട, പെട്ടെന്ന് അങ്ങനെ നിങ്ങളുടെ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊള്ളുക. എക്സാം ഡേറ്റ് ഉടനെ വരുന്നതാണ്, ഡേറ്റ് വന്നിട്ടുണ്ട്, അതായത് 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എക്സാം ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളുക. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 വരെ നമ്മുടെ എക്സാം ഡേറ്റ് ആണ്. അപ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ GK ഏതൊക്കെ ടോപ്പിക്ക്, നിങ്ങൾ ഈ ടോപ്പിക്കുകൾ ഒഴിച്ചു കൂടാതെ മിസ്സാക്കാണ്ട് പഠിച്ചു തുടങ്ങുക. ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല പറയുന്നത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് GKയിൽ നോക്കേണ്ട ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് GKയിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, ഫോക്ക് ഡാൻസ്, ഫെസ്റ്റിവൽസ്, സെൻസസ് 2011. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സെൻസസിൽ നിന്നും കിട്ടും. സോ സെൻസസ് അത്ര ഇമ്പോർട്ടൻ്റ്, ആ രീതിയിൽ തന്നെ സെൻസസ് നോക്കി പോവുക. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ് എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സ്പോർട്സ് നല്ല രീതിയിൽ നോക്കുക. ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേൺ, ഇത് എല്ലാം അല്ല, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളതാണ്. ഒരു പ്രീവിയസ് അല്ല, ഒരു 5 വർഷത്തെ MTSന്റെ ക്വസ്റ്റ്യൻസ് നോക്കി അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസിൽ നിന്ന്, ആ ഏരിയാസ് ഏതൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഏരിയാസ് വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഇതെങ്കിലും നിങ്ങളുടെ എക്സാമിന് വേണ്ടി നോക്കി പോവുക. അപ്പോൾ ജോഗ്രഫി ടോപ്പിക് എന്തൊക്കെയാണ്? പെനിൻസുലാർ പ്ലേറ്റ്യൂ, റിവേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ, ക്ലൈമറ്റ് ആൻഡ് സോയിൽ, മിനറൽസ്, സോളാർ സിസ്റ്റം, അറ്റ്മോസ്ഫിയർ, എർത്ത് ഇന്റീരിയർ, റോക്സ്. ഇതെല്ലാം ജോഗ്രഫിയിൽ നിന്ന് വരുന്ന ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. പ്രീവിയസ് ഇയർ മിക്കതും ഈ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നോക്കി വെക്കുക. PYQs, ഇത് ഈ ടോപ്പിക്കിൽ നിന്നുള്ള PYQs കാണുന്ന മാക്സിമം വീണ്ടും മറന്നുപോകും. ഉറപ്പാണ് മറന്നുപോകും. നമ്മൾ മനുഷ്യരാണ്, മറവി നമുക്ക് സ്വാഭാവികമാണ്. അപ്പോൾ റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഹിസ്റ്ററി വാസ്റ്റ് ആയി കിടക്കുകയാണ് നമ്മുടെ ഹിസ്റ്ററി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഇൻഡസ് വാലി, ബുദ്ധിസം, മൗര്യൻ എംപയർ, ഗുപ്ത എംപയർ. അപ്പോൾ നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററി ഫുള്ള് കവർ ആയിട്ടുണ്ട് അല്ലെ? ഈ ഏൻഷ്യൻ ഹിസ്റ്ററി ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുപ്ത എംപയറിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഗുപ്ത എംപയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ നമ്മുടെ മിഡീവൽ ഹിസ്റ്ററി ആയിട്ടുണ്ട്. ദെൻ ഗവർണർ ജനറൽ, വൈസ്രോയ്, Revolt of 1857, INC and its session, socio-religious reforms, revolutionaries. നമ്മുടെ മോഡേൺ ഹിസ്റ്ററി ആയി അല്ലേ? അപ്പോൾ ഈ ടോപ്പിക്കുകൾ മിസ്സാക്കാതെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നോക്കുക, നല്ല രീതിയിൽ അതിൻ്റെ PYQs, MCQs നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ പൊളിറ്റിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, Part 5 ജുഡീഷ്യറി,
സോഴ്സസ്, അമെൻമെന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റുകൾ. പൊളിറ്റി വളരെ നമ്മുടെ ഹിസ്റ്ററിയുടെ കണക്ക് അത്ര വാസ്റ്റ് അല്ല, ഷോർട്ടഡ് ആണ്. നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും, ഷുവറാ അല്ലെ. ഹിസ്റ്ററി പോലെ അല്ലെങ്കിൽ ജോഗ്രഫി പോലെ അത്ര വാസ്റ്റ് അല്ല, കുറച്ചും കൂടെ അതിന്റെ കണ്ടന്റ് കുറച്ചും കൂടെ കുറവാണ്. നമുക്ക് പഠിക്കാൻ എന്താണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ മിസ്സാക്കാൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ പൊളിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട് 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റ്, പാർലമെന്റ്, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. സോ പാർട്ട് 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൊളിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കാതെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പൊളിറ്റിയിലത് കിട്ടട്ടെ. ഓക്കെ. എക്കണോമിക്സ്, നാഷണൽ ഇൻകം നിങ്ങൾ മാർക്ക് ചെയ്തോ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് കറങ്ങിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക അതിൽ നിന്നും അല്ലെ. എക്കണോമിക്സിൽ നിന്ന് ഡയറക്റ്റ് രീതിയിലായിരിക്കില്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആ ഒരു സെക്ഷൻ ഈവൻ എക്കണോമിക്സും പൊളിറ്റിയിൽ നിന്നും ചിലപ്പോൾ നമുക്ക് കറങ്ങി തിരിഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിൽ നിന്നൊക്കെ എന്താണ് ആർട്ടിക്കിളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളത് മാക്സിമം നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യുക. MCQs കൂടുതലായിട്ട് അതിന്റെ അറ്റൻഡ് ചെയ്യുക. നാഷണൽ ഇൻകം, GDP, GNP ഒക്കെ അതിൽ നിന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. മോണിറ്ററി പോളിസി, 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, SHG, JLG അല്ലേ. അപ്പൊ അതേപോലുള്ള ടോപ്പിക്കുകൾ, ഈ ടോപ്പിക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കി വെക്കുക. നമുക്ക് എക്കണോമിക്സും പൊളിറ്റിയൊക്കെ നമുക്ക് എന്താണ് ഈ ഇത്ര ഇതിനെ വരുള്ളൂ, ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ മൈക്രോ ഫിനാൻസ് അത് വളരെ ചെറിയ ടോപ്പിക്കാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ പഠിച്ച കാര്യമായിരിക്കും, നമുക്ക് പക്ഷെ മേ ബി അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ അത് നല്ല പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നോക്കുക. ഇത്രയും ടോപ്പിക്കുകളെങ്കിലും GKക്ക് ഇത്രയും ടോപ്പിക്കുകളെങ്കിൽ ഇനി ഫുള്ള് നമുക്കിത് പഠിക്കാൻ നമുക്ക് ടൈമില്ല. സോ നിങ്ങളൊരു ഷെഡ്യൂൾ വെച്ചിട്ട് ഇത്രയും ടോപ്പിക് എങ്കിലും കവർ ചെയ്ത് ഇതിലെ മാക്സിമം MCQs നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താണ് റിവൈസ് ചെയ്ത് പോവുക. ഈ ടോപ്പിക്കുകളെങ്കിലും എക്സാമിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അടുത്ത സയൻസ്. നമുക്ക് ഇതുവരെ കണ്ടുവന്നിട്ടുള്ള രീതി പറഞ്ഞാൽ ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് വലുതായിട്ട് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ ബയോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിയിൽ സെൽസ് ഉണ്ട്, ന്യൂട്രിയൻസ്, ഡിസീസസ്, ഡൈജഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈജഷൻ, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, മാക്സിമം ക്വസ്റ്റ്യൻസും ഒരുപക്ഷെ ഈ ഒരു ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് ചുരുക്കി എടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. അപ്പോൾ വേറൊന്നും നോക്കിയില്ലെങ്കിലും ഈ ഇമ്പോർട്ടൻറ്റ് സെഷനെങ്കിലും നിങ്ങൾ നോക്കിയേക്കണേ. ദെൻ കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ, ആറ്റം, metals and non-metals, chemical reaction and chemical formula, acid bases and salt. Acid bases ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും പറയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക, MCQs അറ്റൻഡ് ചെയ്യുക, PYQs നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ ടോപ്പിക്കുകളിൽ നിന്നാണ് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുകളിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ പഠിക്കുക. ഓക്കെ. പഠിച്ച് ആ ഒരു എന്താണ് ആ പാറ്റേൺ കറക്റ്റ് ആക്കുക. ഷെഡ്യൂൾ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ഡെയിലി ടൈം സ്പെൻഡ് ചെയ്ത് GKക്ക് പോകുക. നിങ്ങൾക്ക് അറിയാം SSC MTSന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കട്ട് ഓഫ് നിശ്ചയിക്കുന്ന സെക്ഷൻ GK ആൻഡ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. GK പഠിച്ചാലേ രക്ഷയുള്ളൂ അല്ലെ. പഠിക്കുക, റിവൈസ് ചെയ്യുക, PYQs അറ്റൻഡ് ചെയ്യുക, MCQs അറ്റൻഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ GK ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. നമ്മൾ എത്ര പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷേ പഠിക്കാത്ത ടൈപ്പിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് അത് കവർ ചെയ്ത് തന്നെ നിങ്ങൾ പോകുക. ഓക്കെ. അപ്പോൾ ഈ സയൻസിൽ ഈ സെൽസ്, ന്യൂട്രിയൻസ്, ഡിസീസ്, ഡൈജഷൻ, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഡൈജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ കഴിഞ്ഞ ദിവസം കമന്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, MTS എക്സാം മലയാളത്തിലല്ലേ, മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ നമുക്ക് ഈ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മലയാളത്തിൽ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളെ SSC MTS 2025 60 ദിവസത്തെ ക്രാഷ് കോഴ്സിന്റെ കാര്യം ഉണ്ട്. ഒരു ക്രാഷ് കോഴ്സ് നമ്മളുണ്ട്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള നോട്ട്സ്, വീഡിയോസ് ഒക്കെ ഉള്ളത് മലയാളത്തിലാണ് ഈ വർഷം നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. സോ മലയാളം വീഡിയോസ്, മലയാളത്തിലെ നോട്ട്സ് ആവശ്യമുള്ളവർ
എന്താ ഉറപ്പായിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സ് റേറ്റ് 1499, 1499 രൂപ മാത്രമേ ഉള്ളൂ. 60 days ക്രാഷ് കോഴ്സാണ്. ലൈവും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് റെക്കോർഡഡും ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സസ് മലയാളത്തിലായിരിക്കും. മലയാളം ക്ലാസ്സസ് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മലയാളം ക്ലാസ്സസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണ്, വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കോഴ്സ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് സെഷൻ. എല്ലാം ഇമ്പോർട്ടൻറ്റ്, ഇതും ഇമ്പോർട്ടൻറ്റ്. കറണ്ട് അഫയേഴ്സ് നിങ്ങളൊരു 6 to 8 months അല്ലെ, 6 to 8 months ബിഫോർ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി. അതിന് മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ചെകഞ്ഞ് നോക്കണമെന്നില്ല, എല്ലാം കൂടെ നമുക്ക് പാടാണ്. കറണ്ട് അഫയേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോയിന്റ്മെന്റ്സ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എവിടെയാണ് ഹെൽഡ് ചെയ്ത ഇവന്റ്, എവിടെയാണ് നടന്നത്, ഗോൾഡ് ആരാണ്, അല്ലെങ്കിൽ ടോപ്പ് ആരാണ്, ആരെ ഡിഫീറ്റ് ചെയ്തു, ഏത് നേഷനെ ഡിഫീറ്റ് ചെയ്തു, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ സ്പോർട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് സ്കീംസ് അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീംസും ഉണ്ട്, അതേപോലെ തന്നെ സെൻട്രലിന്റെ സ്കീംസ്. ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ടിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ SSC MTS 2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ്. അപ്പോൾ വേറൊന്നും നിങ്ങൾ ഫുള്ളി റിവൈസ് ചെയ്തില്ലെങ്കിലും ഈ കുറച്ച് പോർഷൻസ് എങ്കിലും, ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലേ, ജൂലൈ 12 നിങ്ങളുടെ എക്സാം സെപ്റ്റംബർ ആണ്. അപ്പോൾ ഇനിയും ഒരു 2 മാസത്തോളം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ആ സമയം കളയാതെ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി ബേസിസിൽ പഠിച്ചു പോവുക, MCQs അറ്റൻഡ് ചെയ്യുക. ഈ വർഷം തന്നെ ജോലിക്ക് കയറട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്